നമ്മളിപ്പോൾ സിനിമയാണ്, ബാക്കി നമ്മൾ എന്ത് പാഷനാണെന്നൊക്കെ പറഞ്ഞാലും ആഫ്റ്റർ ഓൾ നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചെല്ലുന്ന ഒരു കുടുംബത്തേക്കാണ്. അതെ. നമ്മൾ മോണിറ്ററി ബെനിഫിറ്റ് നമ്മൾ ഉണ്ടാക്കി നമ്മുടെ കോൺട്രിബ്യൂഷൻ കൊടുക്കുമ്പം അതിന് ചെറിയൊരു സന്തോഷം തന്നെയുണ്ട്. പക്ഷെ പലപ്പോഴും ഈ പറഞ്ഞ നമ്മുടെ ഇൻഡസ്ട്രി, ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് കാശിന് 10 തവണ വിളിച്ചാൽ മാത്രമേ നമുക്കൊക്കെ പേയ്മെൻറ്റ് കിട്ടുള്ളൂ. അങ്ങനെ തന്നെയായിരുന്നു പലപ്പോഴും പേയ്മെൻറ്റ്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഒരു 6-7 പ്രോജക്റ്റിൻ്റെ പേയ്മെൻറ്റ്സ് ഒക്കെ എനിക്ക് ഇപ്പോഴും എനിക്ക് പെൻഡിങ് ആണ്. ഞാനത് ചോദിക്കാനൊന്നും ഞാൻ പോയിട്ടില്ല. ഇതൊക്കെ സമയം കഴിഞ്ഞു, നമുക്ക് ചോദിച്ചിട്ടും കാര്യമില്ല. പ്രശ്നം എന്താ വെച്ചാൽ നമ്മളങ്ങനെ ചോദിക്കാൻ പോകുമ്പോൾ നമ്മളൊരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഏറ്റവും നിൽക്കുന്ന ഒരു ടീമിനെ നമ്മൾ വെറുപ്പിക്കും ഓട്ടോമാറ്റിക്കലി. നമ്മൾ 10 തവണ വിളിക്കണം. നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ള അവരുടെ അടുത്ത് പറയണ്ടേ. ഈ നമ്മുടെ നാട്ടിലൊരു ഒരു പറച്ചിലില്ലേ, അതായത് കടം ചോദിക്കുന്നവൻ്റെ അടുത്ത് നിന്ന് തിരിച്ചു കിട്ടാനായിട്ട് പിന്നെ നമ്മൾ കഷ്ടപ്പാടാണ്, നമ്മുടെ ദുരിതവും കാര്യങ്ങളും പറയേണ്ടി വരും. അപ്പം അങ്ങനെ സിറ്റുവേഷനൊക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു, ഇതിനകത്ത് സ്ട്രഗിളിങ് ഉണ്ട്. പിന്നെ എളുപ്പം എന്ന് പറയുന്നത് അവളെ ഒരു സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളതാണ്. ഒരു ബാക്കപ്പ് പ്ലാൻ എന്ത് കാര്യത്തിലും നമുക്ക് വേണം. പക്ഷേ ആ ബാക്കപ്പ് പ്ലാൻ പ്രോപ്പർലി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഫേർട്ട് എടുക്കണം. എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് എൻ്റെ കരിയർ, അതോടൊപ്പം തന്നെ അവളുടെയും കരിയർ എന്നുള്ളതായിരുന്നു. ഞാൻ എൻ്റെ മാത്രം കരിയർ ഞാൻ ഒരിക്കലും ഫോക്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അന്നും ഇന്നും അത് തന്നെയാണ്. സ്റ്റിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ സ്ക്രീനിൽ കണ്ട അംബരീഷ് അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ സീരിയലും എടുത്തു നോക്കിയാലും ഭയങ്കര കോമഡി ടൈപ്പാണ്. അപ്പോൾ ആ ഒരു വ്യക്തി ജീവിതത്തിൽ ഇത്രയും റൊമാൻറ്റിക് ആണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇത്രയും ഒരു ധൈര്യമുള്ള ആളാണ് എന്ന് കേൾക്കുന്നതിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പെർസ്പെക്റ്റീവാണ്. അങ്ങനെയുള്ളതിൽ അറിഞ്ഞതിൽ സന്തോഷം. താങ്കളുടെ ഒരു ചിന്ത അങ്ങനെ ആയതിൽ സന്തോഷം. താങ്ക് യു. ഞാൻ മാത്രമല്ല കേട്ടോ, അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ UK ഒരുപാട് ഫാമിലീസ് ഉണ്ട്. ഒരു 90% ആണെങ്കിലും ഒന്നുകിൽ വൈഫ് അവിടെ ജോലി കിട്ടിയിട്ട് ഒരു ഫാമിലി ആയിട്ട് മൂവ് ചെയ്ത ആൾക്കാരായിരിക്കും. അവിടെ പലപ്പോഴും വർക്ക് ചെയ്യുന്ന ആൾക്കാർ സ്വന്തമായിട്ട് അവർ ചെയ്തിട്ട് പ്രൊഫഷനൊന്നും അല്ല അവർ ചെയ്യുന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് കിട്ടുന്ന ജോലി, അവർക്ക് ഇഷ്ടമുള്ള നമുക്ക് ജോലി ചൂസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട് അവിടെ. അപ്പം അവരത് എടുക്കുന്നു, അവർ സന്തോഷകരമായിട്ട് ജീവിക്കുന്നുള്ള. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വർക്ക് ലൈഫ് ബാലൻസ് ഇവിടുത്തെക്കാട്ടിലും അവിടെ കൂടുതലാണ്. ഇവിടെ തീർത്തും ഇല്ലാന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ കുറച്ച് സ്ട്രഗിൾ ചെയ്യും. നമ്മൾ അത്രത്തോളം നമ്മൾ സ്ട്രെസ്ഡ് ആവും. ഞാൻ അവിടെ ആദ്യം പോയത് പെട്രോൾ പമ്പിൽ ജോലിക്കായിരുന്നു. അവിടെ ഷെല്ലിൻ്റെ ഒരു കമ്പനിയിൽ ഒരു പെട്രോളിൻ്റെ ഇതായിരുന്നു. സെൻട്രൽ മാനേജറിൻ്റെ അസിസ്റ്റന്റ് മാനേജറൊക്കെ ആയിട്ടായിരുന്നു ഇറങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ബസ്സിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. ഫസ്റ്റ് ബസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബസ്സിന് ഡ്രൈവിങ്. അപ്പോൾ എനിക്ക് ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഡബിൾ ഡെക്കർ ബസ് എന്ന് പറയുന്നത്, എൻ്റെ അച്ഛൻ KSRTCയിലായിരുന്നു. നമ്മുടെയൊക്കെ നാട്ടിൽ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഡബിൾ ഡെക്കർ ഉണ്ടായിരുന്നു. പിന്നെ അത് നിർത്തി സർവീസ്. അപ്പം അതെന്നും എന്നെ സംബന്ധിച്ചുള്ള എനിക്കിങ്ങനെ ഞാൻ കണ്ടിരുന്നു ട്രിവാൻഡ്രത്ത്. ഇപ്പം ഞാൻ വന്നപ്പോഴത്തേക്ക് എനിക്കതൊരു സിറ്റി റൈഡ് എന്ന് കണ്ട പറഞ്ഞിട്ടല്ലേ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞത് കോമൺ ആണ്. ഡബിൾ ഡെക്കർ ആണെങ്കിലും സിംഗിൾ ഡെക്കർ ആണെങ്കിലും ഒക്കെ നല്ല രസമുള്ള ബസ്സുകളാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ അത് ഓടിക്കണമെന്ന് തോന്നി. പിന്നെ അതൊരു ചലഞ്ചായിരുന്നു. നമ്മളിവിടുത്തെ പോലെ നമുക്ക് പോയി പെട്ടെന്ന് എഴുതുന്ന നമുക്കൊരാളുടെ ഇപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കിളിയായിട്ട് കൂടെ ഒക്കെ പോയിട്ട് ഹെൽപ്പറായിട്ടൊക്കെ നിന്ന് നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാം. പക്ഷെ അവിടെ പറ്റത്തില്ല, അതൊരു പ്രൊഫഷനാണ്. അപ്പോൾ അതിന് ഒരുപാട് ചലഞ്ചസ് ഉണ്ടെന്ന് കണ്ടപ്പം എനിക്കത് ട്രൈ ചെയ്ത് നോക്കാൻ എനിക്കൊരു ഇൻട്രസ്റ്റ്. അപ്പോഴത്തേക്കും വൈഫ് ക്യാരിങ് ആയി. അപ്പോൾ എനിക്കതൊരു സ്വിച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിട്ടി. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അവിടെയൊക്കെ ഈ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമുക്ക് ഇങ്ങോട്ട് സാലറി തന്നിട്ട് നമ്മൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം, അവർ തരുന്ന സ്റ്റഡി മെറ്റീരിയൽസ് പഠിക്കുക, അവർ തരുന്ന ട്രെയിനിങ് പ്രോപ്പർലി ചെയ്യുക, മര്യാദയ്ക്കായിട്ട് അവർ 3 ചാൻസസ് തരും. 3 ചാൻസസിനുള്ളിൽ നമ്മൾ അത് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതെനിക്ക് കിട്ടിയപ്പോൾ പിന്നെ കുറേ കാലം ബസ് ഡ്രൈവിംഗ് ആയിരുന്നു. പിന്നെ വൈഫിന് വീണ്ടും അടുത്ത സ്റ്റെപ്പായി, മീൻസ് കരിയറിൽ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഇപ്പോൾ പീഡിയാട്രിക്സിൽ തന്നെ കാർഡിയോളജി സ്പെഷ്യലൈസ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അവിടുത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം എല്ലാ 6 months കൂടുമ്പോഴും നമ്മൾ ഓരോരോ പുതിയ ഹോസ്പിറ്റൽസിലും പുതിയ സ്ഥലത്തുമായിരിക്കും. അപ്പോൾ ഞാൻ ലാസ്റ്റ് പോയി നിന്നത് ഒരു പക്ക ഒരു ബ്രിട്ടീഷ് വില്ലേജാണ്. അവിടെ ഏഷ്യൻ സെൻ്റർ എന്ന് പറയാനായിട്ട് ഞങ്ങൾക്ക് തന്നെ ഉണ്ടായിരുന്നല്ലോ. അപ്പം അവിടെ പോയപ്പോഴത്തേക്കും നമുക്ക് ചൈൽഡ് കെയർ അവൈലബിൾ അല്ല അവിടെ. അപ്പോൾ രണ്ടാമത്തെ ആളെ നോക്കണം. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാളെ കൊണ്ടുപോയി നിർത്തുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യം, കാരണം വിൻ്റർ സീസൺ ആയിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് എനിക്ക് ട്രാൻസ്ഫർ ഓർഡർ ഇട്ട് തന്നു. അപ്പോൾ എനിക്കവിടെ പുതിയ സ്ഥലത്ത് പോയിട്ട് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അത് പറ്റില്ല, കാരണം ഡ്യൂട്ടി ടൈം തുടങ്ങുന്ന രാവിലെ 4 മണിക്കും ലേറ്റ് നൈറ്റ് ഉണ്ടാവും. ചിലപ്പം രാത്രി 12:30-1 മണി വരെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ലാസ്റ്റ് ബസ്സൊക്കെ പോവുക. അപ്പം വൈഫിൻ്റെ ഡ്യൂട്ടിയും വെച്ച് നോക്കുമ്പോൾ ചിലപ്പം അത് പറ്റത്തില്ല, കുഞ്ഞുങ്ങളെ നോക്കാൻ ആരും ഉണ്ടാകുക. അപ്പം പിന്നെ ഞാൻ സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. എന്ന് പറയാൻ പറ്റില്ല,
ഞാൻ സ്റ്റെപ്പ് അപ്പ് ചെയ്തു ആസ് എ എന്താ ഒരു ചൈൽഡ് കെയർ. കംപ്ലീറ്റ്ലി ഒരു ഫാമിലി മാൻ ആണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ആരും ഫോഴ്സ് ചെയ്യുന്നില്ല, പക്ഷെ സ്വന്തമായിട്ട് അതിങ്ങനെ എനിക്കൊരു ഫ്രീഡം ഉണ്ടായിരുന്നു രണ്ടാമത്തെ ആളുടെ, കാരണം മൂത്ത ആളുടെ കൂടെ എനിക്ക് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്കെന്നുള്ളതിന് എനിക്കും വൈഫിനാണെങ്കിൽ ഡെലിവറി ടൈം ഒരുമിച്ചുണ്ടായിരുന്നല്ലേ? ഡെലിവറി ടൈം ഒക്കെ ഉണ്ടായിരുന്നു. മോക്ക് 6 months ആയപ്പോഴത്തേക്കും സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസ് കണ്ടിരുന്നു. രണ്ടാമത്തെ ആൾക്ക് ഇപ്പോൾ 2 വയസ്സ് കഴിഞ്ഞു. അപ്പം മൂത്ത ആള് 6 months കഴിഞ്ഞപ്പോഴത്തേക്കും വൈഫ് തിരിച്ച് ട്രെയിനിങ്ങിന് പോയി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞാൽ ആ സമയത്ത് പിന്നെ വർക്കും കാര്യങ്ങളായിട്ട് ഞാനും പോയി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന സമയത്ത് മാത്രമേ മൂത്ത ആളെ കാണാൻ പോകാൻ പറ്റുള്ളൂ, അവളോട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ആൾ ആദ്യമേ കയ്യിൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായി. അപ്പോൾ എനിക്ക് തോന്നി അപ്പോഴും ഈ പറയുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ എനിക്ക് നിർബന്ധം പിടിക്കാം, എനിക്ക് ജോലിക്ക് പോകാം, നമുക്കൊരാളെ കൊണ്ടുപോയി നിർത്താം, ഇതൊക്കെ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ കുറച്ചും കൂടെയൊക്കെ നമ്മൾ എന്താണ് നമ്മുടെ കൈ ഒത്തിരി എക്സ്പെൻസീവ് ആണെന്ന്. അതിനെക്കാട്ടും നല്ലത് ഞാൻ വീട്ടിലിരിക്കുക എന്നുള്ളതായിരുന്നു. എനിക്കതാണ് ഇഷ്ടം. ഇത് 2 രീതിയിൽ ചിന്തിക്കാം. ഇപ്പോൾ പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയിൽ നോക്കുമ്പോൾ പാർട്ട്നേഴ്സ് 2 പേരും ജോലി ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് കാലം ഒരാൾ കുട്ടീനെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലം കുട്ടീനെ നോക്കണം, പാരൻറ്റിങ് ഈക്വൽ ആണ്. പക്ഷേങ്കിൽ വേറൊരു സൊസൈറ്റിയിൽ നോക്കുമ്പോൾ ആളുകൾ ഇപ്പോഴും കളിയാക്കുകയാണ്, അല്ലെങ്കിൽ ഭാര്യേനെ ജോലിക്ക് വിട്ട് ഭർത്താവ് ഗൃഹഭരണം ഏറ്റെടുക്കുന്നത് അത് കളിയാക്കുന്ന രീതിയിൽ ആളുകൾ പറയുന്നുണ്ട്. ഈ ഒരു ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിപ്പം ബാക്കിയുള്ളവർ എന്ത് പറയുന്നു എന്ന് നോക്കിയിട്ട് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. ആഫ്റ്റർ ഓൾ ജീവിക്കുന്നത് നമ്മുടെ ലൈഫും നമ്മുടെ കുടുംബവുമാണ്. അവിടെ നമ്മൾ എന്ത് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഫാമിലി എഫക്റ്റ് ചെയ്യുന്നു എന്ന് ചിന്തിക്കേണ്ടത് നമ്മളാണ്. ഇപ്പം പുറമേ നിൽക്കുന്ന ഒരാൾ അങ്ങനെ കമൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ലൈഫിലെ സിറ്റുവേഷൻ മാറാൻ പോകുന്നില്ല. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരാൾ പറയുമെന്ന് കരുതിയിട്ട് ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കഷ്ടപ്പെടുന്നത് എൻ്റെ ഫാമിലിയാണ്. അതും ഞാൻ കാണണം. അപ്പം അവർ ഇപ്പം നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് മറ്റൊരാൾക്ക് ഇപ്പം ദ്രോഹം ചെയ്തില്ലെങ്കിൽ അവർ സന്തോഷപ്പെടുത്താൻ നമുക്കൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതല്ലേ നല്ലത്. അപ്പം എന്നെ സംബന്ധിച്ചോളം എനിക്ക് എൻ്റെ ഫാമിലിയാണ് ഫസ്റ്റ് തിങ്. അപ്പോൾ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എനിക്കത് എടുക്കാം. ബാക്കിയുള്ളവരെന്ത് പറഞ്ഞാലും എന്നെ സംബന്ധിച്ചോളം എനിക്ക് പ്രശ്നമല്ല.